ഈശോയിൽ സ്നേഹമുള്ളവരെ, പുതുപ്പാടി വിൻസെൻഷ്യൻ ധ്യാന കേന്ദ്രത്തിൽ നിന്നും ഏവർക്കും പ്രാർത്ഥനാശംസകൾ. ജൂബിലാത്തെ വചനവിരുന്നിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മോട് തന്നെയുള്ള ബന്ധത്തിൽ നമുക്ക് ലഭിക്കേണ്ട, വളർത്തിയെടുക്കേണ്ട ഫലങ്ങളാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ ധ്യാനിക്കുന്നത്. കഴിഞ്ഞ ദിവസം വിശ്വസ്തതയെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചു. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് സൗമ്യത, മീക്ക്നെസ്. സൗമ്യത, മീക്ക്നെസ് എന്ന ആ പുണ്യത്തെക്കുറിച്ചാണ്, ആ പരിശുദ്ധാത്മാവിൻ്റെ ഫലത്തെക്കുറിച്ചാണ്. ദൈവത്തിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു പുണ്യമാണത് സൗമ്യത, ശാന്തത. ഈശോയുടെ ജീവിതത്തിൽ നിറഞ്ഞതാണ്. ഈശോയെക്കുറിച്ച് പറയുന്നുണ്ട് ശാന്തശീലൻ, സൗമ്യശീലൻ. അപ്പോൾ ഈശോയിൽ നിറഞ്ഞു നിന്നിരുന്ന പുണ്യമാണ്, കൃപയാണത്, സൗമ്യത, ശാന്തത. അത് നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ലഭിക്കുവാൻ പരിശുദ്ധാത്മാവിനോട് പ്രത്യേകം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. നമുക്കുള്ള സൗമ്യതയെ നമ്മൾ വളർത്തിയെടുക്കേണ്ടതുമുണ്ട്. അതായത് സുവിശേഷം 5-ാം അധ്യായം 5-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കും, ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. ശാന്തത, സൗമ്യത അത് ഒത്തുപോകുന്നതാണ്. കാരണം ഇംഗ്ലീഷ് ബൈബിളിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ബ്ലെസ്സഡ് ആർ ദ മീക്ക് ഫോർ ദേ ഷാൽ ഇൻഹെറിറ്റ് ദി എർത്ത്. അതെ, മീക്ക്നെസ് അതാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ശാന്തത, സൗമ്യത. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു പുണ്യമാണത്, ഗുണമാണത്. അതോടൊപ്പം ഈശോയിൽ നിറഞ്ഞു നിന്നിരുന്ന വലിയൊരു ഗുണമാണത്. നമുക്കത് ലഭിക്കേണ്ടതുണ്ട്. ആ പരിശുദ്ധാത്മ ഫലത്തിൽ നമ്മൾ വളരേണ്ടതുണ്ട്. ആ ശാന്തത, സൗമ്യത നമ്മളിലുണ്ടെങ്കിൽ നമുക്ക് ഭൂമി അവകാശപ്പെടുത്താൻ സാധിക്കും. ഈ ഭൂമിയെ കീഴ്പ്പെടുത്താൻ സാധിക്കും, അവകാശപ്പെടുത്താൻ സാധിക്കുമെന്ന് കർത്താവിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. സ്നേഹമുള്ളവരെ, അതോടൊപ്പം നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഈ ശാന്തത, സൗമ്യത, വിനയം അതൊക്കെ ഒരുമിച്ച് പോകുന്നതാണ്. ഇതൊരു ബലഹീനതയായിട്ട് കാണുന്നവരുണ്ട്. അത് നമ്മൾ തിരിച്ചറിയണം. ആത്മീയ പിതാക്കന്മാർ പഠിപ്പിക്കുന്ന ഒരു വലിയ സത്യമാണ്, മീക്ക്നെസ് ഈസ് നോട്ട് എ വീക്ക്നെസ്. അതായത് ഈ മീക്ക്നെസ്, സൗമ്യത എന്ന് പറയുന്നത് അതൊരു ബലഹീനതയല്ല, അതൊരു ശക്തിയാണ്. ഒരു വ്യക്തിയുടെ ആന്തരിക ബലമാണ്, ആന്തരിക ശക്തിയാണത്. അതല്ലാതെ സൗമ്യതയെ നമ്മളൊരു വീക്ക്നെസ്സായി, ബലഹീനതയായി കാണരുത്. ചില ആളുകളൊക്കെ ചിന്തിക്കുന്നുണ്ട്, കുറേ ബഹളം വയ്ക്കുന്നത്, അല്ലെങ്കിൽ കോപിക്കുന്നത്, അലറി വിളിക്കുന്നത്, അങ്ങനെ ധൈര്യം പ്രകടിപ്പിക്കുന്നത്, അല്ലെങ്കിൽ കുറേ ഉപദ്രവിക്കുന്നത്, അതൊക്കെയാണ് ധൈര്യത്തിൻ്റെ, ശക്തിയുടെ ഒക്കെ അടയാളമെന്ന്. വാസ്തവത്തിൽ, സത്യത്തിൽ അതൊക്കെ ബലഹീനതകളാണ്. വാസ്തവത്തിൽ ശക്തി എന്ന് പറയുന്നത് സൗമ്യതയാണ്, ശാന്തതയാണ്. മോശയെക്കുറിച്ച് നമ്മൾ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. സംഖ്യയുടെ പുസ്തകത്തിൽ 12-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ ഇപ്രകാരം വായിക്കുന്നു, മോശ ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരിലും വെച്ച് സൗമ്യനായിരുന്നു. മോശ ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരിലും വെച്ച് സൗമ്യനായിരുന്നു. അപ്പം മോശ ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരിലും വെച്ച് സൗമ്യനായിരുന്നു എന്ന് പറയുമ്പോൾ മോശയ്ക്ക് ഒന്നും പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. മോശ എത്ര നല്ല ലീഡറായിരുന്നു. മോശ എത്ര ധൈര്യത്തോടു കൂടെ ചെന്നാണ് ഫറവോയുടെ അരികിൽ ചെന്ന് ദൈവത്തിൻ്റെ ജനത്തെ, ദൈവത്തെ ആരാധിക്കാൻ പറഞ്ഞയക്കാൻ വേണ്ടി പറയുന്നത്. മോശ എത്ര ധൈര്യത്തോടു കൂടെയാണ് ഇസ്രായേൽ ജനത്തെ നയിച്ചത്. മോശ എത്ര ധൈര്യത്തോടു കൂടെയാണ് അവരുടെ ഇടയിലുണ്ടായിരുന്ന തർക്കങ്ങൾ പരിഹരിച്ചത്. മോശ എത്ര ധൈര്യത്തോടു കൂടെയാണ് ജീവിതത്തിലെ ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദൈവത്തിൽ ആശ്രയിച്ച് പ്രവർത്തിച്ചത്. അപ്പോൾ മോശ സമർത്ഥനായ, ധൈര്യവാനായ, വളരെ കഴിവുള്ള ഒരു നേതാവായിരുന്നു. പക്ഷേ മോശയിലുണ്ടായിരുന്ന ഈ ഗുണത്തെക്കുറിച്ച്, ഈ ദൈവിക ഗുണത്തെക്കുറിച്ച് പറയുകയാണ്, അക്കാലത്ത് മോശ ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരിലും വെച്ച് സൗമ്യനായിരുന്നു. അത് മോശ അങ്ങനെ രൂപപ്പെട്ട് വന്നതാണ്. മോശയുടെ ആദ്യ നാളുകളിൽ മോശയിൽ നല്ല കോപമൊക്കെ ഉണ്ടായിരുന്നു. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, തൻ്റെ ജനത്തിൽപ്പെട്ട ഒരാളോട് ഒരു ഈജിപ്തുകാരൻ കോപിക്കുന്നത് കണ്ടപ്പോൾ മോശയ്ക്ക് ദേഷ്യം വന്ന് ആ വ്യക്തിയെ അടിച്ചു കൊന്നതായിട്ട് നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കൊലപാതകം ചെയ്ത മോശ, പെട്ടെന്ന് ദേഷ്യം വന്ന മോശ പിന്നീട് അവിടെ നിന്ന് ഓടിപ്പോവുകയും പിന്നീട് അമ്മായപ്പൻ്റെ അരികിൽ
ഒരേ നിരവധി വർഷങ്ങൾ അദ്ദേഹം മരുഭൂമിയിലൂടെ അലഞ്ഞ് ആടിനെ നോക്കി, മരുഭൂമി അനുഭവങ്ങളിലൂടെ കടന്നുപോയി, ദൈവാനുഭവങ്ങളിലൂടെ കടന്നുപോയി, ജീവിതത്തിൻ്റെ പരുക്കൻ യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നുപോയി, ഈ ആടുകളുമൊത്തുള്ള ജീവിതവുമൊക്കെയായിട്ട് അദ്ദേഹം സൗമ്യനായി തീർന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സൗമ്യത വന്ന് നിറഞ്ഞു. ഒത്തിരിയേറെ പരുക്കൻ അനുഭവങ്ങളും ജീവിത യാഥാർത്ഥ്യങ്ങളും അദ്ദേഹത്തെ വളരെ സൗമ്യതയുള്ള വ്യക്തി, നീണ്ട വർഷങ്ങളിലൂടെ അദ്ദേഹം നല്ല സൗമ്യതയുള്ള വ്യക്തിയായി മാറി. സ്നേഹമുള്ളവർ, ആ സൗമ്യത വന്ന് നിറഞ്ഞപ്പോൾ അദ്ദേഹം കൂടുതൽ ഇഫക്റ്റീവുമായി. ദൈവം തിരഞ്ഞെടുത്ത് ഈജിപ്തിലേക്ക് അയച്ചു. പിന്നീട് മോശ എത്ര മനോഹരമായിട്ടാണ്, എത്ര ധൈര്യത്തോടു കൂടിയാണ് കാര്യങ്ങൾ നീക്കുന്നത്. അപ്പോൾ സ്നേഹമുള്ളവരെ, സൗമ്യത അല്ലെങ്കിൽ ശാന്തത എന്ന് പറയുന്നത് അതൊരു ദൈവിക ഗുണമാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങളിൽ കർത്താവിൻ്റെ എളിമയെക്കുറിച്ചും വിനയത്തെക്കുറിച്ചും സൗമ്യ മനോഭാവത്തെക്കുറിച്ചുമാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഈശോ ദൈവത്തോടുള്ള സമാനത കാര്യമായിട്ട് പരിഗണിക്കാതെ ഈശോ എല്ലാം മാറ്റിവെച്ച് വളരെ എളിമയോടും വിനയത്തോടും കൂടെ തൻ്റെ ജീവിതം ദൈവത്തിന്, പിതാവായ ദൈവത്തിന് സമർപ്പിച്ചതിനെക്കുറിച്ചാണ് നമ്മൾ അവിടെ വായിക്കുക. യാക്കോബിൻ്റെ ലേഖനത്തിൽ 3-ാം അധ്യായം 13-ാം തിരുവചനത്തിൽ ഇപ്രകാരമാണ് വചനം പഠിപ്പിക്കുക: നിങ്ങളിൽ ജ്ഞാനിയും വിവേകിയുമായവൻ ആരാണ്? അവൻ നല്ല പെരുമാറ്റം വഴി വിവേകജന്യമായ വിനയത്തോടെ തൻ്റെ പ്രവൃത്തികളെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കട്ടെ. ഇവിടെ ജ്ഞാനവും സൗമ്യതയും തമ്മിലുള്ള ബന്ധം, വിനയം എന്ന വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ഇംഗ്ലീഷിൽ അത് ഉപയോഗിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹൂ ഈസ് വൈസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് എമംഗ് യു ബൈ ഹിസ് ഗുഡ് കണ്ടക്ട് ലെറ്റ് ഹിം ഷോ ഹിസ് വർക്ക്സ് ഇൻ ദ മീക്ക്നെസ് ഓഫ് വിസ്ഡം. അപ്പോൾ അവിടെ മീക്ക്നെസ്, അതായത് സൗമ്യത, അതാണ് ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ സ്നേഹമുള്ളവരെ, അപ്പോൾ കർത്താവിൻ്റെ വചനം പറയുകയാണ്, വിവേകിയായവൻ ആരാണ്? അവൻ നല്ല പെരുമാറ്റം വഴി വിവേകജന്യമായ വിനയത്തോടെ സൗമ്യതയോടെ തൻ്റെ പ്രവൃത്തികളെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കട്ടെ. അപ്പോൾ സ്നേഹമുള്ളവരെ, ഈ സൗമ്യത നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വന്തമാക്കേണ്ടതുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ്. അപ്പോൾ പരസ്പര ബന്ധത്തിൽ ഈ സൗമ്യത ഉണ്ടാകണം. അതാണ് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. എഫീസൂസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 4-ാം അധ്യായം 2-3 തിരുവചനങ്ങൾ വചനം പഠിപ്പിക്കുകയാണ്: പൂർണ്ണമായ വിനയത്തോടും ശാന്തതയോടും ദീർഘക്ഷമയോടും കൂടെ നിങ്ങൾ സ്നേഹപൂർവം അന്യോന്യം സഹിഷ്ണുതയോടെ വർത്തിക്കുവിൻ. അപ്പോൾ കുടുംബജീവിതത്തിൽ ഉണ്ടാകേണ്ട സൗമ്യതയെക്കുറിച്ചാണ് കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുന്നത്. മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് സൗമ്യത ഉണ്ടാകണം. വീണ്ടും ദൈവത്തിൻ്റെ വചനം പറയാണ്, തെറ്റുകൾ തിരുത്തുമ്പോൾ അത് സൗമ്യമായിട്ട് നമ്മൾ ചെയ്യണം. അലറി വിളിച്ചും ബഹളം വെച്ചുമല്ല ചെയ്യേണ്ടത്. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ വചനം പഠിപ്പിക്കുകയാണ്: സഹോദരരെ, ഒരുവൻ എന്തെങ്കിലും തെറ്റിൽ അകപ്പെട്ടാൽ ആത്മീയരായ നിങ്ങൾ സൗമ്യതയോടെ അവനെ വീണ്ടെടുക്കുവിൻ. വചനം പറയുക. അപ്പോൾ നമ്മൾ തെറ്റ് തിരുത്തുമ്പോൾ പോലും, കുട്ടികളാകട്ടെ, കൂടെ ജോലി ചെയ്യുന്നവരാകട്ടെ, അല്ലെങ്കിൽ ആരുമാകട്ടെ, അവർക്ക് തെറ്റ് തിരുത്തുമ്പോൾ പോലും അത് സൗമ്യതയോടെ ചെയ്യണം. സൗമ്യതയോടെ ചെയ്യാനാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്. അതാണ് പറയുന്നത് ഗലാത്യ 6:1, സഹോദരരെ, ഒരുവൻ എന്തെങ്കിലും തെറ്റിലകപ്പെട്ടാൽ ആത്മീയരായ നിങ്ങൾ സൗമ്യതയോടെ അവനെ വീണ്ടെടുക്കണം. അപ്പം നിങ്ങൾ ആത്മീയരാണോ എന്നതിൻ്റെ തെളിവാണ് നിങ്ങളുടെ ജീവിതത്തിലെ സൗമ്യത. തെറ്റ് തിരുത്തുന്നതിൽ പോലും സൗമ്യതയുണ്ടായിരിക്കുമെന്ന് കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. അപ്പോൾ സ്നേഹമുള്ളവർ, ഇങ്ങനെ സൗമ്യതയുള്ളവരെ, എളിമയുള്ളവരെ, വിനയമുള്ളവരെ ദൈവം ഉയർത്തും. അതാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 10-ാം തിരുവചനം: കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കുവിൻ, അവിടെ നിങ്ങളെ ഉയർത്തും. അപ്പോൾ സ്നേഹമുള്ളവരെ, സൗമ്യത, ശാന്തത, കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ശാന്തശീലനും വിനീതഹൃദയനുമാണ്. അതേ സ്നേഹമുള്ളവരെ, ഈശോയിൽ നിറഞ്ഞു നിന്നിരുന്ന ഗുണം, പിതാവായ ദൈവത്തിൻ്റെ ഗുണം, ദൈവിക ഗുണം, സൗമ്യത. മോശയിൽ, ഭൂമുഖത്തുള്ള ആരും മോശയെപ്പോലെ സൗമ്യനായിരുന്നില്ല. ഈ സൗമ്യത നമ്മുടെ ജീവിതത്തിലും കുടുംബ ബന്ധത്തിലും നമ്മുടെ പ്രവർത്തന മേഖലകളിലും നമുക്ക് ലഭിക്കുവാൻ, കൂടുതൽ അഭിഷേകത്തോടെ ജീവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, സൗമ്യത എന്ന ഫലം കൊണ്ട് എന്നെ നിറയ്ക്കണം, എൻ്റെ കുടുംബത്തെ നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. തുറന്നു വരുന്ന ആരാധനയിൽ ഈ അനുഗ്രഹം, ഈ അഭിഷേകം നമുക്ക് ലഭിക്കുവാൻ പ്രാർത്ഥിച്ചൊരുങ്ങാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം.
ജീവനുള്ള ആരാധനയാ, വിശുദ്ധിയുള്ള ആരാധനയാ, ജീവനുള്ള ആരാധനയാ, വിശുദ്ധിയുള്ള ആരാധനയാ, തിരുമുൻപിൽ നിന്നിടുവാൻ, തിരുമുഖം പ്രസാദിക്കുവാൻ, നിന്നാലയത്തിൽ ഓടിയണഞ്ഞിടുന്നേ, ക്രൂശിൻ നിഴലിൽ ഞാൻ മറഞ്ഞിടുന്നേ, ജീവനുള്ള ആരാധനയാ, വിശുദ്ധിയുള്ള ആരാധനയാ, ജീവനുള്ള ആരാധനയാ, വിശുദ്ധിയുള്ള ആരാധനയാ, ഈശോനാഥ ആരാധന, എൻ സ്നേഹനാഥ ആരാധന, ഈശോനാഥ ആരാധന, എൻ സ്നേഹനാഥ ആരാധന. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മുടെ കുടുംബത്തിലേക്കും ജീവിതത്തിലേക്കും ഈ ആരാധനയിൽ കടന്നു വന്നിരിക്കുന്ന ദിവ്യകാരുണ്യ ഈശോയുടെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാം. ഉന്നതത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പം, ജീവൻ നൽകുന്ന അപ്പം. ഈശോ അരുളി ചെയ്തു, ഞാനാണ് ജീവൻ്റെ അപ്പം. എൻ്റെ അടുക്കൽ വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല, ദാഹിക്കുകയുമില്ല. അത് മനുഷ്യൻ്റെ ആവശ്യങ്ങളെ, അനുദിനം മനുഷ്യർ കടന്നു പോകുന്ന ഓരോ അവസ്ഥകളെ തിരിച്ചറിയുന്ന കർത്താവ്, ജീവൻ്റെ അപ്പത്തിലൂടെ നമ്മളെ സുഖപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയും ആശ്വസിപ്പിക്കുകയും തൃപ്തിപ്പെടുത്തുകയും ചെയ്യുന്ന നല്ല ദൈവം. ആ ദിവ്യകാരുണ്യീശോയുടെ കരങ്ങളിൽ നമ്മുടെ കുടുംബത്തിൻ്റെ എല്ലാ നിയോഗങ്ങളും സമർപ്പിക്കാം, മക്കളെ സമർപ്പിക്കാം, നമ്മുടെ ആകുലതകൾ സമർപ്പിക്കാം, നമ്മുടെ എല്ലാ ഭാരങ്ങളും ഭയങ്ങളും സമർപ്പിക്കാം, നാളെക്കുറിച്ചുള്ള എല്ലാ ഉത്കണ്ഠകളും സമർപ്പിക്കാം. ഈശോയെ ഇടപെടണമേ, എന്നെ എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ കണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ സൗമ്യത, മീക്ക്നെസ്. പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന വലിയൊരു അനുഗ്രഹമാണ് ശാന്തത, സൗമ്യത. പരിശുദ്ധാത്മാവിൻ്റെ ഫലമായി സൗമ്യത കൊണ്ട് നിറയുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ ജീവിതത്തിൽ ഈ സൗമ്യ മനോഭാവം വളരെ ശക്തമായിട്ട് നിറഞ്ഞു നിന്നിരുന്നു. ശാന്ത മനോഭാവം ഈശോയുടെ ജീവിതത്തിൽ വളരെ ശക്തമായിട്ട് നിറഞ്ഞു നിന്നിരുന്നു. ഈശോ ഒരിക്കൽ പറഞ്ഞല്ലോ, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണ്. അത് ഈശോയിൽ നിറഞ്ഞു നിന്നിരുന്ന ശാന്തത, സൗമ്യത നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വന്ന് നിറയുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. മത്തായിയുടെ സുവിശേഷത്തിൽ 5-ാം അധ്യായം 5-ാം തിരുവചനത്തിൽ വചനം പഠിപ്പിക്കുന്നു, ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. ഇംഗ്ലീഷിൽ ശാന്തത എന്ന് മലയാളത്തിൽ ഉപയോഗിക്കുന്നിടത്ത് മീക്ക്, സൗമ്യത എന്ന അർത്ഥം വരുന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബ്ലെസ്സഡ് ആർ ദ മീക്ക്, ഫോർ ദേ ഷാൽ ഇൻഹെറിറ്റ് ദി എർത്ത്. അതെ, ശാന്തത, സൗമ്യത പരിശുദ്ധാത്മാവ് നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ്. തിരുവചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മോശയെക്കുറിച്ച് ദൈവം സംസാരിക്കുന്നുണ്ട്. മോശയെപ്പോലെ സൗമ്യനായി, മോശ ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരിലും വെച്ച് സൗമ്യനായിരുന്നു.
മോശ സൗമ്യതയുള്ള വ്യക്തിയായിരുന്നു. സ്നേഹമുള്ളവരെ, എന്നാൽ നമുക്കറിയാം മോശയുടെ ആദ്യ നാളുകളിൽ മോശ തൻ്റെ തന്നെ കൂട്ടത്തിൽപ്പെട്ട ഒരാളെ ഈജിപ്തുകാരൻ ആക്രമിക്കുന്നത് കണ്ടപ്പോൾ കോപം കൊണ്ട് ജ്വലിച്ച് ഒരു വ്യക്തിയെ അടിച്ചു കൊന്നവനാണ് മോശ. പക്ഷെ അവിടെ നിന്നും പിന്നീട് മോശ ഒളിച്ചോടിപ്പോയി തൻ്റെ അമ്മായിയപ്പൻ്റെ അരികിൽ നീണ്ട വർഷങ്ങൾ ആടിനെ മേച്ച് മരുഭൂമിയിൽ അലഞ്ഞു നടന്ന ആ സമയം ദൈവത്തോടുള്ള ബന്ധത്തിലും അതോടൊപ്പം ജീവിതത്തിൻ്റെ പലവിധത്തിലുള്ള യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നുപോയി നിരവധി വർഷങ്ങൾ ആടിനെ മേയ്ച്ച് മരുഭൂമിയിലൂടെ അലഞ്ഞപ്പോൾ മോശ കൂടുതൽ സൗമ്യതയുള്ള വ്യക്തിയായി മാറി. പിന്നീട് ദൈവനിയോഗത്താൽ ഈജിപ്തിലെ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന മനുഷ്യരെ മോചിപ്പിക്കുവാൻ മോശ കടന്നു വരുമ്പോൾ മോശ സൗമ്യത കൊണ്ട് നിറഞ്ഞിരുന്നു. അപ്പോൾ ദൈവം തന്നെ മോശയെക്കുറിച്ച് പറയുകയാണ്, മോശ ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരിലും വെച്ച് സൗമ്യനായിരുന്നു. മോശയെ ദൈവം അത്രയും സൗമ്യതയുള്ള ഒരു വ്യക്തിയായി രൂപാന്തരപ്പെടുത്തി ജീവിതാനുഭവങ്ങളിലൂടെ. സൗമ്യത ഒരു ശക്തിയാണ്. ചിലരൊക്കെ വിചാരിക്കും സൗമ്യത അത് ഒരു ബലഹീനതയാണെന്ന്. മീക്ക്നെസ് ഈസ് നോട്ട് എ വീക്ക്നെസ് എന്ന് ആത്മീയപിതാക്കന്മാർ പറയും. അതേ, സൗമ്യത ഒരു വീക്ക്നെസ് അല്ല. ചില ആളുകൾ വിചാരിക്കും കുറെ ബഹളമുണ്ടാക്കുന്നതും അലറി വിളിക്കുന്നതും പെട്ടെന്ന് കോപിക്കുന്നതും ബഹളമുണ്ടാക്കുന്നതും അതൊക്കെയാണ് വലിയ ശക്തിയെന്ന്. വാസ്തവത്തിൽ ബലഹീനരാണ് പെട്ടെന്ന് ശബ്ദമുണ്ടാക്കുന്നത്, ബലഹീനരാണ് പെട്ടെന്ന് അലറി വിളിക്കുന്നത്. ഉള്ളിൽ ശക്തർ, മോശയെപ്പോലെ ശക്തരായിട്ടുള്ളവർ സൗമ്യരാണ്, സൗമ്യതയുള്ളവരാണ്. മോശ സൗമ്യനായിരുന്നു എന്ന് വചനം പറയുമ്പോൾ മോശ എത്ര മനോഹരമായിട്ടാണ് ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിരുന്നത്. മോശ സൗമ്യനായിരുന്നു എന്ന് പറയുമ്പോൾ മോശയുടെ ജീവിതത്തിൽ ശക്തിയില്ലായിരുന്നു. മോശ എത്ര ധീരമായിട്ടാണ് ഫറവോയുടെ മുമ്പിൽ പോയി നിൽക്കുന്നത്. മോശ എത്ര ധീരമായിട്ടാണ് തൻ്റെ ജനത്തെ നയിക്കുന്നത്. മോശ എത്ര ധീരമായിട്ടാണ് ജനങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കുന്നത്. അപ്പോൾ സൗമ്യത എന്ന് പറയുന്നത് അതൊരു ബലഹീനതയല്ല. മീക്ക്നെസ് ഈസ് നോട്ട് എ വീക്ക്നെസ്. സൗമ്യത അതൊരു ദൈവകൃപയാണ്. എല്ലാ കാര്യങ്ങളും ശാന്തതയോടെ ചെയ്യാനുള്ളൊരു അഭിഷേകമാണ്. പരിശുദ്ധാത്മാവ് നൽകുന്ന ഫലമാണ് സൗമ്യത. ഈ സൗമ്യത കുടുംബത്തിൽ നിറയണം, ദാമ്പത്യ ജീവിതത്തിൽ നിറയണം, ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ നിറയണം. നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഈ സൗമ്യത വന്ന് നിറയണം. അത് വലിയ ശക്തിയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഗാനം ആലപിച്ച് ഈ സൗമ്യത നമുക്ക് ലഭിക്കുവാൻ നമുക്ക് പാടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ, ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും പരിശുദ്ധാത്മാവ് സൗമ്യത, ശാന്തത നൽകട്ടെ. ദൈവത്തിൻ്റെ ശാന്തത, ദൈവത്തിൻ്റെ സൗമ്യത, ഈശോയുടെ ശാന്തത, സൗമ്യത എല്ലാവർക്കും ലഭിക്കട്ടെ. വലിയ കൃപ നിറയട്ടെ. മോശയെപ്പോലെ സൗമ്യതയുള്ളവരായി മാറട്ടെ. വലിയ കൃപ നിറയട്ടെ. കലഹങ്ങൾ മാറിപ്പോകട്ടെ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം അതിശയം ലോകത്തിൽ നടന്നിടുവാൻ
ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ ആദിയിലെന്ന പുരാത്മാവേ അധിക ബലം തരണേ. ആദിയിലെന്ന പുരാത്മാവേ അധിക ബലം തരണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, എല്ലാവരിലും വന്നറിയട്ടെ, എല്ലാ കുടുംബങ്ങളിലും വന്നറിയട്ടെ. വലിയ അഭിഷേകം നിറയട്ടെ, ശക്തി നിറയട്ടെ, സൗഖ്യമുണ്ടാകട്ടെ, അഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. മഹത്വം, 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 മഹത്വം. യേശുവേ, 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 യേശുവേ. ദൈവത്തിൻ്റെ സൗമ്യത, കർത്താവിൻ്റെ ശാന്തത, മോശയുടെ സൗമ്യത നമ്മളിൽ വന്ന് നിറയട്ടെ. കുടുംബ ബന്ധങ്ങളിൽ, നമ്മൾ ഓരോരുത്തരായിരിക്കുന്ന ഇടങ്ങളിൽ സൗമ്യതയോടെ വ്യാപരിക്കുവാനുള്ള ശക്തി നൽകണമേ. നമുക്ക് തിരിച്ചറിയാം, മീക്ക്നെസ് ഈസ് നോട്ട് എ വീക്ക്നെസ്. സൗമ്യത ഒരു ബലഹീനതയല്ല, അത് ആന്തരിക ശക്തിയാണ്. ആ ശക്തി ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളെ സൗമ്യത കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും മറ്റെല്ലാ നിയോഗങ്ങളും ഈശോയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ടും ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുവാൻ നമുക്കൊരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.